പൊതുപ്രവർത്തകനായിട്ടുള്ള രാജീവ് മാഷ് കൂടി ചേരുന്നു. സ്വാഗതം ശ്രീ രാജീവ് മാഷ്. ഇവിടെ പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളൊക്കെ PSCക്ക് വിടണമെന്ന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 5 വർഷം മുമ്പ് കൂടിയെടുത്ത തീരുമാനമാണ്. പക്ഷേ അതൊന്നും നടപ്പാകുന്നില്ല. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ചും ഭരണകക്ഷിക്ക് താല്പര്യമുള്ള ആളുകളെ തിരികെ കയറ്റുകയാണ്. അർഹരായ പലരുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, നീതി നിഷേധിക്കപ്പെടുന്നു. വീണ്ടും ഗവേണിംഗ് കൗൺസിൽ യോഗം കൂടുകയാണ്. പക്ഷേ തീരുമാനങ്ങളൊന്നും നടപ്പാകുന്നില്ല. രാജീവ് മാഷ്. സർക്കാരിന്റെ എല്ലാ രേഖകളിലും ഒരു സർക്കാർ സ്ഥാപനമായിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പൂർണ്ണമായിട്ടും സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ പട്ടികജാതി വികസന വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഈ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. 2014 ആരംഭിച്ച് 2025 എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 11 വർഷ കാലയളവിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഏകദേശം 1000 കോടിയോളം രൂപ ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് പൂർണ്ണമായിട്ടും സർക്കാർ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ 11 വർഷ കാലയളവിനിടയിൽ ഈ സർക്കാർ മെഡിക്കൽ കോളേജിൽ നടത്തിയ 500ഓളം നിയമനങ്ങളിൽ ഒരു നിയമനം പോലും PSC വഴിയല്ല നടത്തിയിട്ടുള്ളത്. PSC വഴി നിയമനം നടത്താത്ത, സർക്കാരിന്റെ ഫണ്ട് വാങ്ങുന്ന, സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന എല്ലാ രേഖകളിലുമുള്ള ഒരു സ്ഥാപനമാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. നോക്കൂ, 2020 ഫെബ്രുവരി മാസം 3-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ഗവേണിംഗ് ബോഡി യോഗത്തിൽ ആ യോഗത്തിന്റെ മിനിറ്റ്സിന്റെ വിവരാവകാശ അപേക്ഷയിന്മേലുള്ള മറുപടിയാണ് രേഖയായി നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മറുപടിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, 3/2/2000 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് ആ മീറ്റിംഗിലെ അജണ്ട നമ്പർ 7 പറയുന്നത് ഈ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനം എന്നുള്ളത്. 2020 ഫെബ്രുവരി മാസം 3-ാം തീയതി എടുത്ത തീരുമാനം 2025 മാർച്ച് മാസം 15-ാം തീയതി ആയിട്ടും ഈ മെഡിക്കൽ കോളേജിൽ നടപ്പിലായിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നത് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനം കേരളത്തിൽ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളം കണ്ട ഏറ്റവും വലിയ നിയമന അട്ടിമറിയാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ളത്. ഈ മെഡിക്കൽ കോളേജിൽ 2020 മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഗവേണിംഗ് ബോഡി ഒരു തീരുമാനം എടുത്തിട്ടും 5 വർഷവും അവിടെ നടന്നിട്ടുള്ളത് പിൻവാതിൽ നിയമനങ്ങളാണ്, രാഷ്ട്രീയ നിയമനങ്ങളാണ്. കേരളം ഭരിക്കുന്ന പാർട്ടി നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള, CPIM നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള നിയമനങ്ങളാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം, കേരളം കണ്ട ഏറ്റവും വലിയ നിയമന അട്ടിമറിയാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. രാജീവ് മാഷ്, അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിന്റെ തീരുമാനം നടപ്പാക്കുന്നില്ല എങ്കിൽ പിന്നെ അതിനെന്ത് ന്യായമാണുള്ളത്? നടപ്പാക്കേണ്ടത് ആരാണ്? ജില്ലാ കളക്ടറാണോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജില്ലയിലെ അധികാരികളല്ലേ നടപ്പാക്കേണ്ടത്? PSC വഴി മാത്രമേ നിയമനം പാടുള്ളൂ എന്ന് തീരുമാനമെടുക്കുന്നു. പക്ഷേ 500ഓളം ഇഷ്ടക്കാരെ അവിടെ തിരികെ കയറ്റുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗവേണിംഗ് കൗൺസിൽ യോഗം കൂടുന്നത്? രാജീവ് മാഷ്. നോക്കൂ, മുഖ്യമന്ത്രി എടുത്ത തീരുമാനം നടപ്പിലാക്കേണ്ടത് പാലക്കാട് ജില്ലാ ഭരണകൂടമല്ല, മറിച്ച് ഈ മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്നത്, ഈ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സംസ്ഥാനത്തെ പട്ടികജാതി വികസന വകുപ്പാണ്. ആ പട്ടികജാതി വികസന വകുപ്പിന്റെ മന്ത്രി കൂടി അന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരായ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള 2020 ഫെബ്രുവരി മാസം 3-ാം തീയതി ചേർന്ന യോഗത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനം, നിയമനങ്ങൾ PSCക്ക് വിടാനുള്ള തീരുമാനം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് സംസ്ഥാന ഭരണകൂടത്തിന്റെ തീരുമാനം അട്ടിമറിക്കപ്പെട്ടതിന് തുല്യമായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ആ വസ്തുത ഭരണപരാജയം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആ നിയമനങ്ങളെ സംബന്ധിച്ച്, സുതാര്യതയില്ലായ്മയെ സംബന്ധിച്ച് നിരവധി തവണ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടും വിജിലൻസ് കോടതിയിൽ ഉൾപ്പെടെ ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കേസുകൾ നിലനിന്നിട്ടും ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചിട്ടില്ല.
പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി AK ബാലൻ അന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടർമാർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സമിതിയുടെ തീരുമാനം 5 വർഷമായിട്ട് നടപ്പിലാക്കാത്തത് എന്ന ചോദ്യം ഉയരണം. അതേപോലെ തന്നെ ഇന്ന് നടക്കുന്ന ഈ യോഗത്തിൽ ആ യോഗത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അന്നെടുത്തൊരു തീരുമാനം, 5 വർഷം മുമ്പ് എടുത്തൊരു തീരുമാനം നടപ്പിലാക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഗവേണിംഗ് ബോഡി യോഗത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇത് ഈ നാട്ടിലെ പൊതുസമൂഹത്തെയും യുവജന സമൂഹത്തെയും PSC നിയമനം കാത്തിരിക്കുന്ന നിരവധി ആളുകളെയും വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായും വഞ്ചനാപരമായ നിലപാട് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളെല്ലാം PSCക്ക് വിടണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 5 വർഷം മുമ്പ് എടുത്ത തീരുമാനം, ഗവേണിംഗ് കൗൺസിൽ തീരുമാനം നാളിതുവരെയായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ അനധികൃതമായി 500ഓളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. സ്വന്തം പാർട്ടിക്കാരെ തിരികെ കയറ്റുന്ന സമീപനമാണ് അവിടെ തുടർന്നത്. ഇത് അവിടെ അർഹരായവരോടുള്ള വഞ്ചനയാണ് എന്ന് പൊതുപ്രവർത്തകൻ രാജീവ് മാഷ് നമ്മളോട് പറയുന്നു.